നടൻ ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യൽ. സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നു. നേരത്തെ കമ്പനി ഉടമസ്ഥൻ സ്വാതിക് റഹീമിനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. ഡാനി ഇപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ജയസൂര്യ എങ്ങനെയാണ് ഇതിൽ പ്രതിയാകുന്നത്? എന്താണ് ഈ കേസിന്റെ വിശദാംശം? എൽദോ, ഇതിൽ സ്വാതിക് റഹീം എന്ന് പറയുന്ന ആളുടെ കീഴിലുള്ളതായിരുന്നു ഈ ഒരു ആപ്പ്, സേവ് ബോക്സ് ആപ്പ്. ഇത് പ്രധാനമായും തന്നെ ഈ ഓൺലൈൻ ട്രേഡിംഗ്, അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ലേല ആപ്പ് എന്ന രീതിയിലുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാഞ്ചൈസികൾ ക്ഷണിച്ചിരുന്നു. ഒരാൾക്ക് മാസം 25 ലക്ഷം രൂപ വരെ ഇതിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാകുമെന്നതെല്ലാം തന്നെ പറഞ്ഞു. ഇലക്ട്രോണിക് വസ്തുക്കളെല്ലാം ഇതിൽ നിന്ന് ലേലം ചെയ്തെടുക്കാനായിട്ട് കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഇതിൽ വിവിധങ്ങളായ രീതിയിലുള്ള ഇവരുടെ വെഞ്ചേഴ്സ്, ഇനിയും സംരംഭങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു എന്നുള്ളൊരു പ്രതീതി മറ്റുള്ളവരിൽ ജനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഒരു തരത്തിലൊരു ഓഹരി ഉടമകളാക്കി മാറ്റുക തുടങ്ങിയ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. അതിൽ 2022 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥനെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം അന്ന് പലർക്കും ഈ വാഗ്ദാനം ചെയ്ത തുക കിട്ടിയില്ല, പലരും തട്ടിപ്പിനിരയായെന്നതെല്ലാം തന്നെ സ്ഥിരീകരിച്ചതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ അറസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിൽ ജയസൂര്യ എങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്നതിലേക്ക് വന്നാൽ, ജയസൂര്യ ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രവർത്തിച്ചിരുന്നു. 2019 ഇവരുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയസൂര്യ സഹകരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇയാൾക്ക് ഈ സ്വാതിക്കിന് ഈ സിനിമാ താരങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇയാൾ ഇടയ്ക്കെങ്കിലും ഇവരുടെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിലെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ഇയാൾ 2 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കാരണം സിനിമാ താരങ്ങളുമായിട്ടെല്ലാം തന്നെ ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗൗതമന്റെ രഥം, അതോടൊപ്പം തന്നെ ജാക്ക് ആഞ്ചൽ തുടങ്ങിയ ചിത്രങ്ങളിൽ ഇയാൾ അഭിനയിച്ചിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ സിനിമാ താരങ്ങളെല്ലാം തന്നെ വളരെ അടുത്ത പരിചയമുണ്ട്. അവരുമായിട്ടെല്ലാം തന്നെ അടുത്ത സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനെല്ലാം തന്നെ ഇയാൾക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഇയാളുടെ സൗഹൃദങ്ങളെല്ലാം തന്നെ ഈ ഒരു ബിസിനസ്സിലേക്കും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ജയസൂര്യം ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജയസൂര്യ ഇതിനു മുൻപ് ഇതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി ഇതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ജയസൂര്യ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ജയസൂര്യ നിലവിൽ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. എന്താണ് ഇവരുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നത്, ഏതെല്ലാം കാര്യങ്ങളിൽ ഇവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, ഇവർ പണം കൈമാറിയത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നതെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്നതെല്ലാം തന്നെ പറയുന്നത് ഈ ബിറ്റ്കോയിൻ മാതൃകയിലുള്ള ചില രീതിയിലുള്ള ഒരു നിക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിലൂടെ സാധ്യമാകുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങളും ഇവരെല്ലാം തന്നെ നൽകിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള വൻ തുകകൾ ഇതിലൂടെ സമാഹരിക്കാനായിട്ട് കഴിയും, ഈ ഒരു ബിസിനസ്സിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പ് നിക്ഷേപകർക്ക് കൊടുത്തിരുന്നു. പലരിൽ നിന്ന് ലക്ഷങ്ങൾ വരെ ഇവർ വാങ്ങിയിട്ടുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായും ഈ ആപ്പിന്റെയും അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആളുകൾ സ്വീകരിക്കുന്നതുമായ പ്രവർത്തനമെല്ലാം തന്നെ വ്യാപകമായി നടന്നിരുന്നത്. പലപ്പോഴും തന്നെ പല നിക്ഷേപകരും പരാതിയുമായിട്ട് തുടക്ക സമയത്തെല്ലാം തന്നെ എത്തുമ്പോൾ അവരെ പണം കൊടുത്ത പിന്നീട് പറഞ്ഞയക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പുതിയ ഉപഭോക്താക്കൾ എത്തുമ്പോൾ അല്ലെങ്കിൽ പുതിയ നിക്ഷേപകരെ ഇയാൾക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ പരാതിയുമായി വരുന്നവരെ സെറ്റിൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഈ പരാതിക്കാരെ കുറച്ചു കാലത്തേക്കെങ്കിലും ഒതുക്കി നിർത്താനും രേഖാമൂലമുള്ള പരാതി നൽകിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താനും എല്ലാം തന്നെ ഇയാൾക്ക് കഴിയുകയും ചെയ്തിരുന്നു. എങ്കിലും 2022 ഇത് പരാതികൾ വ്യാപകമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഒട്ടനവധി പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ, ഈ സേവ് ബോക്സ് ആപ്പിനെതിരെ വരികയും ചെയ്തു. പല പേരുകളിൽ പല സംരംഭങ്ങൾ തുടങ്ങും എന്നതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നതല്ല വാർത്തകൾ വരികയും പരാതികളായി മാറുകയും ചെയ്തതോടെയാണ് ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഈ കേസിൽ ഇ ഡിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഹവാല ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ അടക്കം ഇത്തരം വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ട് സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധനകളിലേക്ക് കടന്നിരുന്നത്. ഇതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ജയസൂര്യ അടക്കം ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളതും വിശദാംശങ്ങൾ ചോദിക്കുന്നതുമെല്ലാം. കാരണം ഇതിൽ ഏത് രീതിയിലുള്ള ഒരു സഹകരണമായിരുന്നു ഉണ്ടായിരുന്നത്, ഇയാൾക്ക് വലിയ ആളുകളുമായിട്ടെല്ലാം തന്നെ സിനിമാ താരങ്ങളുമായെല്ലാം അടുപ്പമുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
നേരത്തെ ഈ സോദക്കിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കരാർ ഏത് രീതിയിലുള്ള കരാറായിരുന്നു? ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പണം കൈമാറിയിട്ടുണ്ടോ, അതോ ജയസൂര്യ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ, എന്തായിരുന്നു ഇതിന്റെ റോൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് പരിശോധിക്കുന്നത്. അത് തന്നെയാണ് പ്രശ്നം. ഈ രണ്ടാം തവണയാണ് ജയസൂര്യയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇതേ കേസിൽ. ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യുക, അതിനുവേണ്ടി അതിപ്പോൾ പലതരത്തിലുള്ള സെലിബ്രിറ്റീസ് ആകാം. അപ്പോൾ അത്തരത്തിലൊരു സിനിമാ താരം, ചലച്ചിത്ര താരം എന്ന തരത്തിൽ ജയസൂര്യയുടെ സാന്നിധ്യത്തെ അത്രമാത്രം സംശയിക്കേണ്ടതില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ ഒരു അസ്വാഭാവികതയില്ലേ? എന്തുകൊണ്ടായിരിക്കാം ജയസൂര്യയെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചത്? മറ്റൊന്ന്, ഈ ബ്രാൻഡ് അംബാസിഡർ എൻഡോഴ്സ്മെന്റിനുള്ള ഒരു കരാറിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും സാഹചര്യമുണ്ട് എന്ന് കരുതുന്നുണ്ടോ ED? എൽദോ, ന്യായമായും നമുക്ക് അത്തരം കാര്യങ്ങൾ സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം എൽദോ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടാം വട്ടം വിളിപ്പിക്കുന്നു. സാധാരണ ഒരു കരാർ, അതിന്റെ വ്യവസ്ഥകൾ, അത് മാത്രമാണ് താൻ പാലിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ആദ്യത്തെ ചോദ്യം ചെയ്യലടക്കം രേഖപ്പെടുത്തി കാണും. അത് ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളും സമർപ്പിച്ച് കാണും. പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നീട് വിളിച്ചു വരുത്തുന്നു, വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയായിരിക്കാം. ഒരുപക്ഷെ പല ചടങ്ങുകളിലടക്കം പങ്കെടുത്തു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. മാത്രവുമല്ല, ജയസൂര്യയുടെ ഒരു മുഖമെല്ലാം തന്നെ വളരെ കാര്യമായിട്ട് ഇതിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കരാറിന് പുറത്ത് മറ്റെന്തെങ്കിലും ഇടപാടുകളുണ്ടോ? ഒരുപക്ഷെ ഈ ജയസൂര്യയിൽ അടക്കം ഈ നിക്ഷേപമായിട്ട് പണം വാങ്ങിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു ജയസൂര്യയ്ക്ക് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നതിനപ്പുറം ഉള്ള ഒരു ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് EDക്ക് അങ്ങനെ ചില സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക, അത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ഉദ്ദേശം. ഒരു സംശയവുമില്ല. കാരണം ഇതിനു മുൻപായിട്ട് ആദ്യം ചോദ്യം ചെയ്തതിന് പോയതോൾ അതിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാമതും വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് EDക്ക് മനസ്സിലാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ജയസൂര്യയുടെ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ തുടരുകയാണ്. സെയ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ജയസൂര്യയുടെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ED വിളിപ്പിച്ചത്. അതൊരു ലേലത്തിലൂടെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കാമെന്നുള്ളതായിരുന്നു ആ കമ്പനിയുടെ ആദ്യഘട്ടത്തിലുള്ള അവകാശവാദം. ഇതിൻ്റെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാനായി പലരിൽ നിന്ന് ലക്ഷങ്ങൾ ഈ സാത്വിക് റഹീം തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. എന്നാണെങ്കിലും അതിൽ ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ബ്രാൻഡ് അംബാസഡറാണ് ജയസൂര്യ. അതിനുമപ്പുറത്തേക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ടോ എന്നുള്ള പരിശോധന സ്വാഭാവികമായിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഡാനി പോൾ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിന് അപ്പുറത്തേക്ക് ജയസൂര്യയുടെ ചോദ്യം ചെയ്യലിൽ മറ്റു മാനങ്ങളുണ്ടോ എന്നുള്ളതാണ് എനിക്ക് കാത്തിരുന്ന് അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങൾ ഇതിൽ അറിയണം എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ ഡാനി, ഇനി ഇദ്ദേഹത്തിന് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സാത്വിക്. മാത്രമല്ല സിനിമാ താരങ്ങളുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും ഡാനി പറഞ്ഞു. ഇനി ഇതിനിടയിൽ മറ്റ് ഈ വാർത്തകൾ തേടി പോകുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റേതൊരു പരിപാടിയിൽ പഴയ ബോക്സിൽ ഐഫോണിൻ്റെ പഴയ പതിപ്പ്, പുതിയൊരു ബോക്സിൽ ഐഫോണിൻ്റെ പഴയ പതിപ്പ് സമ്മാനമായി നൽകി അങ്ങനെ ചില തട്ടിപ്പൊക്കെ നടത്തിയ ആൾ കൂടിയാണെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണെങ്കിലും ഈ എത്രത്തോളം പേർ ഇങ്ങനെ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്? കാരണം ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ലക്ഷങ്ങൾ വാങ്ങുന്നു, ഏതാണ്ട് പ്രതിമാസം 25 ലക്ഷം രൂപയോളം വരുമാനം നൽകുമെന്നൊക്കെ പറഞ്ഞു പറ്റിച്ചാണ് ഇയാൾ ആളുകളെ വല വീശി പിടിച്ചിരുന്നത്. അപ്പോൾ അതിൽ വീണുപോയ ഒരുപാട് പേരുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നിരവധി പേര് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നിക്ഷേപം നൽകിയിട്ടുണ്ട്. അങ്ങനെ പലരും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ സ്വാതക്കിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ താരങ്ങൾക്ക് ഈ ഐഫോണുകളടക്കം സമ്മാനം നൽകുകയും പിന്നീട് അത് പരാതിയായി വരികയും ചെയ്തു. പഴയ ആ ഫോണുകളായിരുന്നു പുതിയ കവറിലിട്ട് നൽകി അത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, അതിനു മുൻപ് വീണ്ടും ചില കേസുകൾ 2022 മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു രീതിയിലായിരുന്നു. ഈ സ്റ്റുഡിയോകളിൽ നിന്ന് ക്യാമറകൾ റെന്റിനെടുക്കുന്നു. ഈ ക്യാമറകൾ പിന്നീട് അവിടെ തിരിച്ചു കൊടുക്കാതെ അവിടെ നിന്ന് മുങ്ങുന്നു. അപ്പോൾ ഈ സ്റ്റുഡിയോ ഉടമകൾ നൽകിയ ഒരു പരാതിയുടെ പേരിലായിരുന്നു ആദ്യ കേസുണ്ടായിരുന്നതായിട്ട് പറയുന്നു. അങ്ങനെ ഈ തട്ടിപ്പുകളുടെ ഒരു പരമ്പര തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ട്രാക്ക് ഉള്ള ഒരാൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ മറ്റ് സിനിമാ താരങ്ങളടക്കം പാലിക്കേണ്ട ഒരു കരുതൽ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെന്താണ് ആ കാരണം എന്നതാണ്
ഇഡി പരിശോധിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ രീതിയിൽ ഉള്ള ഒരു ആളുമായിട്ട് എന്ത് ബന്ധം, സിനിമാ താരങ്ങളെ അടക്കം വലിയ രീതിയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇയാൾ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചില സിനിമകളിൽ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുമപ്പുറം ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിൽ പല സിനിമാ താരങ്ങളുടെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും വലിയ രീതിയിൽ വാക്ചാതുര്യമുള്ള ഒരാളായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ഈ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഈ ബ്രാൻഡ് അംബാസിഡറെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിലവിലുള്ള കരാർ വ്യവസ്ഥകൾക്കപ്പുറം എന്തടുപ്പമുണ്ടായിരുന്നു, ഏത് രീതിയിലാണ് ഇതിലേക്ക് ഇടപെട്ടിരുന്നത്, ഇതിൽ കരാറിൽ നിക്ഷേപമായിട്ട് പണം നൽകിയിട്ടുണ്ടോ, അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇയാൾ ഈ ബ്രാൻഡ് അംബാസിഡർ തീർച്ചയായും ജയസൂര്യയ്ക്ക് ഒരു താരമൂല്യമുണ്ട്, പണം നൽകേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ആ പണം കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. ജയസൂര്യയെ ചോദ്യം ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസ്.